ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ കൊടകരയിൽ ഉള്ള കുരിശുമുടി അഥവാ കനകമല എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ്. അവിടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലാണ് നമ്മളുള്ളത്. ഈ പള്ളിയിൽ ഒരു പ്രത്യേകതയുണ്ട്. 2 ഏക്കറിൽ അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്രിബ് ഉണ്ട് ഇവിടെ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. ദി ഹങ്കർ ട്രാവലറിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയുടെ ഇടതുവശത്തായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഫ്ലൈറ്റിലൂടെയാണ് നമ്മൾ ആദ്യം കയറുന്നത്. ഈ ഫ്ലൈറ്റിലൂടെ കയറി ഏറ്റവും അവസാനം നമ്മൾ ഇറങ്ങുന്നത് ഒരു ബസ്സിലൂടെയാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ നമുക്ക് കയറാം. ഫ്ലൈറ്റിലൂടെ കയറി ചെന്ന് ആദ്യം കാണുന്നത് ഒരു തടാകം പോലെ നിർമ്മിച്ച് അതിനകത്ത് അതിൻ്റെ ഇരുപുറവും മൃഗങ്ങളൊക്കെ നിർത്തിയിട്ട് ഒരു കാട് പോലെയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. തടി കൊണ്ട് നിർമ്മിച്ച ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് വെള്ളമുണ്ട്. അവിടെ കുറേ മീനുകളെ അവർ വളർത്തിയിട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ നടുവിലായിട്ട് ഒരു മീനിൻ്റെ ഷേപ്പിൽ അതിൻ്റെ മുകളിലൊരു പക്ഷി നിൽക്കുന്ന പരുന്ത് എന്തോ ആണെന്ന് തോന്നുന്നു. അത് നിൽക്കുന്ന രീതിയിൽ മരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ളൊരു രൂപം അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ആദത്തിനെയും ഹവ്വയെയുമാണ്. ഈ മരത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ പാമ്പ് ആ മരത്തിന് ചുറ്റി നിൽക്കുന്നുണ്ട്. അതിൻ്റെ വായിലൊരു ആപ്പിളും ഉണ്ട്. റിയൽ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ രൂപമാണ് അവരവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മരത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട് മുതലകളും ചീങ്കണ്ണികളൊക്കെ നിൽക്കുന്ന ഒരു രൂപം. അതിന് ചുറ്റും കാട്ടിലെ മൃഗങ്ങളെ കൊത്തി വെച്ചിട്ടുണ്ട്. സിംഹം, കരടി, ആന, പുലി, അതുപോലെ പല ജീവികളെയും അവർ ഈ മരത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് പണിപ്പെട്ടിട്ടാണ് അവരിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഇവിടെ മണ്ണ് പൊത്തി വെച്ചിട്ടുള്ള കുടിലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കായേനും ആബേനും തമ്മിൽ വഴക്ക് കൂടുന്ന ഒരു ചിത്രമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് നോഹയുടെ പെട്ടകമാണ്. അതിലേക്ക് മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാം നോഹ വിളിച്ചു കയറ്റുന്നതാണ്. ഈ കപ്പലിലേക്ക്, ഈ നോഹയുടെ പേടകത്തിലേക്ക് വിളിച്ചു കയറ്റുന്ന ഒരു ഭാഗമാണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന മോശയുടെ ഒരു ഭാഗമാണ്. മോശ മലമുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് വളരെയധികം മഞ്ഞ് വീണ് കിടക്കുന്ന വഴികളിലൂടെ നമ്മൾ നടക്കുന്ന പോലെ തോന്നും. അവിടെ ഒരുപാട് വീടുകൾ ഇരുവശത്തുമായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കും. ഈ ഗുഹയിൽ നിന്നും പുറത്ത് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് പച്ചപ്പരവതാനി വിരിച്ചു നിൽക്കുന്ന പോലെ പാടങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പാടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക മാത്രമല്ല, അവിടെ കൊയ്യാനും പണിക്കും നിൽക്കുന്ന മനുഷ്യരുടെ രൂപങ്ങളും അവരവിടെ വെച്ചിട്ടുണ്ട്. റിയലായിട്ടുള്ള എന്താ പറയുക, ചെടികളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നെൽക്കതിരുകൾ പോലെ നിൽക്കുന്ന ചെടികളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു കിണറും ഒരു വീടും അതിനുള്ളിൽ മാതാവ് പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ളൊരു ഭാഗം ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് മരുഭൂമിയാണ്. അവിടെ ഒട്ടകങ്ങൾ നിൽക്കുന്നതും കള്ളിമുൾ ചെടികളും നിറയെ മണലൊക്കെ ഇട്ട് ശരിക്കും ഒരു മരുഭൂമി തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഈ ഈജിപ്തിൻ്റെ ഒരു ചിത്രീകരണത്തിൽ അവിടെ പിരമിഡുകളും ഫറവോ രാജാക്കന്മാരും മമ്മികളും എല്ലാം അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് റിയലായിട്ടൊരു വീട് അവർ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് അത് കാണാനായിട്ട്. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരു വീട്, മനോഹരമായൊരു വീട്. ആ വീടിൻ്റെ താഴെ അവിടെ പുൽമേട്ടിൽ കൂണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തെർമോക്കോൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ആടുകളും മുയലുകളും ചെറിയ കുളങ്ങളും
കുട്ടികളും എല്ലാം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു കിണർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരു മരത്തിൽ അവർ ഏറുമാടം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഏറുമാടം അതിൻ്റെ മുകളിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കെട്ടി വെച്ചിട്ടുള്ളത്. ഇനി കാണാൻ പോകുന്നത് കൊട്ടാരങ്ങളാണ്. പണ്ട് കാലങ്ങളിലെ രാജകൊട്ടാരങ്ങളുണ്ടല്ലോ, അതാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ ഏതൊരു കൊട്ടാരത്തേക്ക് പോയ പ്രതീതിയാണ്. അതിനുശേഷം നമ്മളിനി കാണാൻ പോകുന്നത് മഞ്ഞ് മൂടിയ പ്രദേശങ്ങളാണ്. അവിടെ സാന്റാക്ലോസും റെയിൻഡിയറും കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞ് മൂടിയിട്ടുള്ള മരങ്ങളെല്ലാം നമുക്ക് കാണാം. അതേപോലെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു ചെറിയ ടർപ്പായ കൊണ്ട് കെട്ടിയിട്ട് അവിടെ ഐസ് കട്ടകൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ശരിക്കും നല്ല തണുപ്പ് നമുക്കവിടെ ഫീൽ ചെയ്യും. ഐസ് കട്ടകൾ ഉരുകുന്നുണ്ട്, പക്ഷേ ആ ഐസ് കട്ടകളുടെ ശരിക്കും ഒരു മഞ്ഞിൽ പോയ ഒരു പ്രതീതി തന്നെയുണ്ട്. ആ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഒരു വലിയ സാന്റാക്ലോസും നിറയെ ക്രിസ്മസ് ട്രീകളും വെച്ചിട്ടുണ്ട്. സാന്റാക്ലോസിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിബാണ്. ഉണ്ണീശോയും മാതാവും ഔസപിതാവും ഒക്കെ നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്രിബ് കാണാം. ഏറ്റവും അവസാനം നമ്മൾ ഈ ബസ്സിലൂടെ താഴത്തേക്ക് ഇറങ്ങുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.